അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, വളരെ പവിത്രമായ ദുൽഹിജ്ജ മാസം, അത് വളരെ പവിത്രമെന്ന് നാം പറയേണ്ടതില്ല, നാം എല്ലാം അറിയുന്നവരാണ്. അല്ലാഹു തആല 4 മിൻഹ അർബഅത്തുൻ ഹുറും, 12 മാസങ്ങളിൽ 4 മാസം വളരെ പവിത്രമാണെന്ന് അല്ലാഹു പറഞ്ഞ അതിലെ ഒരു മാസമാണ് ദുൽഹിജ്ജ. മാത്രമല്ല, ഇസ്ലാം കാര്യങ്ങളിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഹജ്ജ്. ഹജ്ജ് കർമ്മങ്ങൾ എല്ലാം ഉള്ള മാസമാണ്. എന്നാൽ ആ മാസത്തിനെ, ആ ദിവസങ്ങളെ നാം ബഹുമാനിക്കണം, ആദരിക്കണം. അല്ലാഹുവിലേക്ക് ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കണം. 1 മുതൽ 9 വരെ നോമ്പ് സുന്നത്തുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ദിവസങ്ങളുടെ നോമ്പുകളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ആ ദിവസങ്ങളിലുള്ള ഇബാദത്തുകളെ പറ്റി പ്രത്യേകമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മാമിൻ അയ്യാമിൻ അഹബ്ബ ഇലല്ലാഹി അൻ യുതഅബ്ബദ ലഹു ഫീഹാ മിൻ അശ്രിദിൽ ഹിജ്ജ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, മാമിൻ അയ്യാമിൻ, ഒരു ദിവസങ്ങളും ഇല്ല, അഹബ്ബ ഇലല്ലാഹി, അല്ലാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ദിവസങ്ങൾ എന്നതിനേക്കാൾ അൻ യുതഅബ്ബദ ലഹു, അവനിക്ക് ആരാധിക്കപ്പെടാൻ, അവനിക്ക് ആരാധന നിർവഹിക്കാൻ, ഫീഹാദിൽ മിൻ അശ്രി ദിൽഹിജ്ജ, ദുൽഹിജ്ജയുടെ 10 ദിവസത്തിനേക്കാൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ദിവസം ഇല്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹദീസ് കാണാം. യഅദിലു സിയാമു കുല്ലി യൗമിൻ മിൻഹാ ബിസിയാമി സന, ആ മാസത്തിലെ ഓരോ ദിവസങ്ങളുടെ നോമ്പും ഒരു വർഷത്തിന്റെ നോമ്പിനോട് സമമാകും. വഖിയാമു കുല്ലി ലൈലത്തി മിൻഹാ ബിഖിയാമി ലൈലത്തുൽ ഖദ്ർ, അതിന്റെ രാത്രികളിലുള്ള നിസ്കാരം അത് ലൈലത്തുൽ ഖദറിലുള്ള നിസ്കാരത്തിനോട് സമമാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹദീസ് കാണാം. പിന്നെ ഒരു ഹദീസിൽ കാണാം, അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യസൂമു തിസ്ആ ദിൽഹിജ്ജ, ദുൽഹിജ്ജയുടെ 9 ദിവസങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോമ്പ് നോൽക്കുമെന്നാണ്. വളരെ പവിത്രമായ, അല്ലാഹു തആല ഖുർആനിൽ വൽ ഫജ്രി വലയാലിൻ അശ്ർ എന്ന് അല്ലാഹു സത്യം ചെയ്ത് പറഞ്ഞ ആ ലയാലിൻ അശ്ർ, 10 രാത്രികൾ എന്ന് പറഞ്ഞത് ദുൽഹിജ്ജ 1 മുതൽ 10 വരെയുള്ള രാവുകളാണ്. അപ്പോ അതിന്റെ പകലുകൾ നോമ്പ് നോൽക്കണം, ദുൽഹിജ്ജ 1 മുതൽ 9 വരെ. 9 അറഫാ ദിവസമാണ്. അറഫാ ദിവസത്തിലെ നോമ്പിനെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അത് ഇന്ന സിയാമ യൗമി അറഫത യുഫക്കിറു ദുനൂബ സനതൈനി എന്നാണ്. എന്താണ് അറഫയുടെ നോമ്പ് എന്നുള്ളത്? അത് 2 വർഷത്തിന്റെ ദോഷത്തിനെ പൊറുപ്പിക്കുന്നതാണ്. ഏത് 2 വർഷം? സനത്തിൻ മാളിയ, കഴിഞ്ഞതായ ഒരു വർഷവും, സനത്തിൻ ആക്കിയ, ഇനി വരുന്നതായ ഒരു വർഷത്തിന്റെയും. ഇത് വ്യാഖ്യാനിച്ചുകൊണ്ട് ചില മഹാന്മാർ പറഞ്ഞു, അവന്റെ ആ നോമ്പ് കൊണ്ട് അവനിക്ക് 1 വർഷം കൂടി ജീവിക്കാൻ അല്ലാഹു തആല ദീർഘായുസ് നൽകും എന്നും ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്ര പവിത്രമായ 2 വർഷത്തെ ദോഷം പൊറുപ്പിക്കുന്നതായ ഒരു നോമ്പാണ് അറഫയുടെ, ദുൽഹിജ്ജ 9 അറഫയുടെ നോമ്പ്. ഇനി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു തൊട്ട് ഒരു ഹദീസിൽ കാണാം, മൻസാമ യൗമ അറഫ, അറഫാ ദിവസത്തിൽ ഒരാൾ നോമ്പ് പിടിച്ചാൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി മാ തഅഖറ, അവന്റെ മുന്നേ ചെയ്തതും പിന്നെ ചെയ്തതുമായ, മുന്തിച്ചതും പിന്തിച്ചതുമായ എല്ലാ ദോഷങ്ങളും പുറത്തുപെടും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ദോഷങ്ങൾ പുറപ്പിക്കാൻ അല്ലാഹു തആല ഒരുപാട് ദിവസങ്ങൾ വെച്ചിട്ടുണ്ട്. ആ ദിവസങ്ങൾ ഉപയോഗപ്പെടുത്തുക. മാത്രമല്ല, ദുൽഹിജ്ജ 1 മുതൽ 10 വരെ എല്ലാ ദിവസവും തക്ബീർ സുന്നത്തുണ്ട്. എപ്പോഴാണ്? ഉളുഹിയ്യത്തിന് പറ്റുന്ന ആട്, മാട്, ഒട്ടകത്തിലെ ഏതെങ്കിലും ഒരു ഇനം അതിന്റെ ശബ്ദം കേൾക്കുകയോ അതിനെ കാണുകയോ ചെയ്യുമ്പോൾ തക്ബീർ ചൊല്ലൽ സുന്നത്തുണ്ട്. മാത്രമല്ല, പിന്നെ ഒരു തക്ബീർ, ഒരു 4 ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു തക്ബീർ ഉണ്ട്. അതെപ്പോഴാണ്? ദുൽഹിജ്ജ 9 അറഫാ ദിവസത്തിന്റെ സുബഹി നിസ്കാരം മുതൽ അയ്യാമത്ത് ശരീക്ക്, അതായത് ദുൽഹിജ്ജ 13ന്റെ അസർ നിസ്കാരത്തിന്റെ ശേഷം വരെ എല്ലാ നിസ്കാരത്തിന്റെ ഉടനെ തക്ബീർ ചൊല്ലൽ സുന്നത്തുണ്ട്. അപ്പൊ തക്ബീറുകളെ കൊണ്ട് ധന്യമാകുന്ന ഒരു മാസമാണ് ദുൽഹിജ്ജയുടെ ആദ്യ 10 ദിവസങ്ങൾ. വളരെ പവിത്രമാണ്. അപ്പൊ ദുൽഹിജ്ജയിൽ പിന്നെ ഒരു പെരുന്നാൾ ദിവസവും അതിനോട് അനുബന്ധിച്ച് 3 ദിവസങ്ങളും ഉളുഹിയ്യത്ത് പ്രത്യേകമായി മുഅക്കദായ സുന്നത്തായ കാര്യമാണ്. അതും അല്ലാഹു തആല എല്ലാ നന്മകൾക്കും നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ ദുൽഹിജ്ജ 1 മുതൽ 9 വരെ നോമ്പിടിക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പോ ദുൽഹിജ്ജ 9ന്റെ നോമ്പ് വളരെ പ്രാധാന്യമുണ്ട്. അതുപോലെ തന്നെ അതിന് മുമ്പ് ഒരു ദിവസം മുമ്പുള്ള യൗമു തർവിയ, അതായത് ദുൽഹിജ്ജ 8നും പ്രത്യേകം സുന്നത്തുണ്ടെന്ന് പറഞ്ഞത്. 1 മുതൽ 9 വരെ ഏതായാലും സുന്നത്തുണ്ട്. ദുൽഹിജ്ജ 9ന് അറഫയുടെ മുഅക്കദായ സുന്നത്തായ നോമ്പാണുള്ളത്. അപ്പോ അതിന്റെ ഓരോ ദിവസങ്ങളിലും ഓരോ രാത്രികളിലും സൂറത്തുൽ ഫജ്ർ ഓതൽ 1 മുതൽ 10 വരെ ഫജ്ർ ഓതൽ എന്നാണ് പ്രത്യേകമായ
സുന്നത്തുണ്ട്. അതുപോലെ തന്നെ സൂറത്തുൽ ഇഖ്ലാസ് ഓതൽ പ്രത്യേകമായി മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. എല്ലാ നന്മകളെ കൊണ്ട് ധന്യമാക്കേണ്ട ഒരു 10 ദിവസങ്ങളാണ്. ആ ദിവസങ്ങളിൽ നാം വളരെ ശ്രദ്ധിക്കണം. പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്നതായ ഒരു ദിവസം കൂടിയാണ് അറഫയുടെ ദിവസം എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മകൾ ധാരാളം ചെയ്യുവാൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.